വാട്ട് ഈസ് ടോക്സിക് പാരൻറ്റിങ്? എന്താണ് ടോക്സിക് പാരൻറ്റിങ്? മാതാപിതാക്കളുടെ സ്വഭാവം കാരണം കുട്ടികളുണ്ടാകുന്ന മുറിവുകൾ, അവ ശാരീരികവും മാനസികവുമാവാം. അങ്ങനെയുള്ള മുറിവുകൾ കാരണം അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നു, അതുപോലെ അവരുടെ മാനസിക നിലയെയും ബാധിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പേരൻറ്റിങ്ങിനെയാണ് നമ്മൾ ടോക്സിക് പേരൻറ്റിങ് എന്ന് പറയുന്നത്. കുട്ടികളുടെ സ്വഭാവത്തെ ബാധിക്കുന്ന രണ്ട് തരമാണ്. ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരാം അവർക്ക്, അല്ലാതെ അവരുടെ സാഹചര്യങ്ങളും വരാം. സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നവയാണ്. മാതാപിതാക്കൾ അവർക്ക് എന്തൊക്കെ കൊടുക്കണം? സ്നേഹം കൊടുക്കണം. അവർക്ക് ആ സ്നേഹം കണ്ടുവേണം, മാതാപിതാക്കളുടെ സ്നേഹം കണ്ടുവേണം അവർ വളരാൻ. കൂടാതെ അവർ മറ്റു കുട്ടികളുമായി അവരെ കമ്പയർ ചെയ്യരുത്. അതുപോലെ അവരെ കൺട്രോൾ ചെയ്യുന്നത്, അവരെ കുറ്റപ്പെടുത്തുന്നത്, ഇതെല്ലാം അവരെ വളരെയധികം ബാധിക്കും. ഇതെല്ലാം അവർക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ്. ചൈൽഡ് സൈക്കോളജി പ്രകാരം 4 ടൈപ്പ് പേരൻറ്റിങ് ആണുള്ളത്. ഒന്നാമത്തേത് അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പോളിസി, ഞാൻ അങ്ങോട്ട് പറയുന്നത് നീ കേട്ടാൽ മതി, അല്ല നീ ഇങ്ങോട്ട് ഒന്നും പറയണ്ട എന്നതാണ്. രണ്ടാമത്തേത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. അത് കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആണ്. അവർക്ക് കുട്ടികളുടെ ഉയർച്ചയൊക്കെ ആവശ്യമാണ്, അതുകൊണ്ട് അവർ അതിനാവശ്യമായ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ് ആണ്. നെഗ്ലെക്റ്റ്ഫുൾ പേരൻറ്റിങ് വളരെ കഷ്ടമാണ്. അവരെന്ന് പറഞ്ഞാൽ ADHD, ഇറിറ്റബിലിറ്റി, ഇതൊക്കെ കുട്ടികൾക്കുണ്ടാവും അങ്ങനെയുള്ള പേരൻറ്റിങ്ങിലൂടെ. പിന്നീട് നാലാമത്തേന്ന് പറഞ്ഞാൽ പെർമിസീവ് പേരൻറ്റിങ് ആണ്. പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്നു. കുട്ടികൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ഒന്നിലും അവർ റെസ്ട്രിക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അവരെല്ലാ കാര്യങ്ങളും കുട്ടികളുമായി ഷെയർ ചെയ്യുന്നവരായിരിക്കും. ടോക്സിക് പേരൻറ്റിങ് തിരിച്ചറിയുന്നത് എങ്ങനെ? വല്ലപ്പോഴും ഒരിക്കൽ കുട്ടികളെ വഴക്കു പറയുകയോ എന്തെങ്കിലും തല്ലുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർ ടോക്സിക് പേരൻ്റ് എന്ന് പറയാനൊക്കെയില്ല. കാരണം അല്ലാത്ത സമയങ്ങളിൽ അവർ സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ടോക്സിക് പേരൻ്റ് എന്ന് പറയാനൊക്കെയില്ല. ഡോക്ടർ സൂസൻ ഫോർവേഡിൻ്റെ ടോക്സിക് പേരൻസ് എന്ന ബുക്കിൽ നിന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ടോക്സിക് പേരൻ്റ് ആണോ ഒരു പേരൻറ്റ് എന്നറിയാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം ഞാൻ. ഒന്നാമതായിട്ട്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പേരൻസ് പറയാറുണ്ടായിരുന്നു. അനുസരണ പഠിപ്പിക്കാനായിട്ട് തല്ലുമായിരുന്നു. വിറക് കഷ്ണോ ബെൽറ്റോ ഒക്കെ വെച്ച് തല്ലുമായിരുന്നു. പിന്നീട് കളിയാക്കുന്ന തരത്തിൽ ഒരു ഇരട്ടപ്പേരുകൾ വിളിക്കുമായിരുന്നു. പിന്നീട് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അത് ഷെയർ ചെയ്യാൻ, കേൾക്കാനായിട്ട് ഒരു മനസ്സ് കാണിക്കാതിരുന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ സൂസൻ ഫോർവേഡിൻ്റെ ടോക്സിക് പേരൻസ് എന്ന ബുക്കിൽ. അതിൽ വെച്ച് അതെല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് ഒരു പേരൻറ്റ് ടോക്സിക് പേരൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ടോക്സിക് പേരൻറ്റിങ്ങിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹൗ വിൽ യു ബി ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്? നമുക്കിനി അതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പം ബി യുവർ ഓൺ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ, എനിക്കാണൊരു പ്രശ്നമുള്ളത്, അപ്പം ഞാൻ വേറെ ഒരു ഫ്രണ്ടിന് പ്രശ്നമുള്ളതായിട്ട് തോന്നിയാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന് എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുക്കും? അപ്പോൾ അത് തന്നെ എനിക്ക് പ്രാവർത്തികമാക്കാം. സെറ്റ് ഹെൽത്തി ബൗണ്ടറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പേരൻസിന് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ അവരോട് ഡിസ്ക്ലോസ് ചെയ്യണം. എനിക്കിതൊക്കെയാണ് ഞാൻ എൻ്റെ പേരൻസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് പറയണം. ഇമോഷണൽ ഡിറ്റാച്ചിങ് ഫ്രം പേരൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റായിട്ട് ഡിറ്റാച്ച് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഗിവ് പ്രയോറിറ്റി ടു യുവർ സെൽഫ്. എനിക്ക് പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഞാൻ അത്യാവശ്യമായൊരു വർക്കിൽ നിൽക്കുമ്പോഴായിരിക്കും എൻ്റെ പേരൻസ് വിളിച്ചു പറയുന്നത് ഇതൊന്ന് ചെയ്തതാ. അപ്പോൾ അതിന് പ്രയോറിറ്റി നോക്കിയിട്ട് അത്ര അത്യാവശ്യമല്ല എങ്കിൽ നമുക്ക് അവരോട് പറയാം, ഞാൻ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഇത് ചെയ്യാം എന്ന്. അടുത്തായിട്ട് റിലേ ഓൺ യുവർ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ എല്ലാവർക്കും, നമ്മുടെ കുട്ടികൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും നമ്മുടെ പേരൻസ് ആയിരിക്കണം സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അല്ലാത്ത ഒരു സമയത്ത് നമ്മൾ വേറൊരു സപ്പോർട്ട് സിസ്റ്റം കണ്ടുപിടിക്കണം. നമ്മുടെ ഫ്രണ്ട്സ് ആകാം, നമ്മുടെ റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ ആകാം. അപ്പോൾ അവരോട് നമ്മുടെ പ്രശ്നങ്ങളും നമുക്ക് കൺവേ ചെയ്യാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും.
അൺഹെൽത്തി പേരൻറ്റിങ് കുട്ടികളുടെ വെൽബീയിങ്ങിനെ നന്നായി ബാധിക്കും. നമുക്ക് വേണ്ടത് ടോക്സിക് പേരൻറ്റിങ് അല്ല, കോൺഷ്യസ് പേരൻറ്റിങ് ആണ്. കാരണം ഈ കുട്ടികൾ നമ്മളോട് വന്ന് എല്ലാം ഷെയർ ചെയ്യട്ടെ, നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കാം, അവർ അങ്ങനെ സന്തോഷമായി ഇരിക്കട്ടെ. കാരണം നമുക്കൊരിക്കലും ഒരു എല്ലാം തികഞ്ഞ ഒരു കുട്ടികളെ ആക്കി മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കി മാറ്റാൻ സാധിക്കുകയില്ല. നമുക്ക് അവർക്ക് അവരുടെ ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.